പ്രിയമുള്ള കലാശീലി, ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ ചികയുന്ന സുന്ദരി. ഈ കഥ നടക്കുന്ന ഇവിടെ എങ്ങും അങ്ങ് വടക്കൻ മലബാറിനും അപ്പുറത്തുള്ള പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമം. പൊക്കം കൂടിയ മലകൾ, ഉങ്ങി നോക്കുന്ന പാറക്കെട്ടുകളും, പരന്ന പാടശേഖരങ്ങളും, പാവാട കൊടുത്ത പെണ്ണുങ്ങളും, പച്ചക്കറി വിൽക്കുന്നവരും, പടകാളിമുറ്റവും പാവയ്ക്കയും പത്തായം മുറ്റം കൊണ്ട് മുഖരിതമായ ആ വടക്കൻ മലബാറിലേക്ക് നോക്കും. സസ്യശ്യാമള കോമളമായ കേരളം, പ്രകൃതി രമണിക്കുന്ന തളങ്കെട്ട് നിൽക്കുന്ന കൊച്ചു കേരളത്തെ കുറിച്ച് വർണ്ണിച്ചാൽ കാട്ടരുവികൾ, കാട്ടുവള്ളികൾ, നെടുതായി വളർന്നു നിൽക്കും ഓന്നത്തെങ്ങുകൾ. കാട്ടരുവികൾ, കാട്ടുവള്ളികൾ, നെടുതായി വളർന്നു നിൽക്കും ഓന്നത്തെങ്ങുകൾ. കാട്ടരുവികൾ, കാട്ടുവള്ളികൾ, നെടുതായി വളർന്നു നിൽക്കും ഓന്നത്തെങ്ങുകൾ. കാട്ടരുവികൾ, കാട്ടുവള്ളികൾ. അന്നുമിന്നും പേര് കേട്ട മലബാർക്കപ്പ, കേരളത്തിൽ കേൾവി കേട്ട മലബാർക്കപ്പ. അന്നുമിന്നും പേര് കേട്ട മലബാർക്കപ്പ, കേരളത്തിൽ കേൾവി കേട്ട മലബാർക്കപ്പ. കേരളത്തിൽ കേൾവി കേട്ട മലബാർക്കപ്പ. ആരിങ്ങണ്ട മങ്ങാടൻ ഹോട്ടലിട്ട പത്തിരട്ടി, ആരിങ്ങണ്ട മങ്ങാടൻ ഹോട്ടലിട്ട പത്തിരട്ടി. ഏത്തക്കപ്പ റൊട്ടിക്കപ്പ വേറെയുണ്ട് കേരളത്തിൽ, വേറെയുണ്ട് കേരളത്തിൽ. ആരിങ്ങണ്ട മങ്ങാടൻ ഹോ, ആരിങ്ങണ്ട മങ്ങാടൻ ഹോ, ആരിങ്ങണ്ട മങ്ങാടൻ ഹോ. ഇങ്ങനെയുള്ള വടക്കൻ മലബാറിൽ ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ പേരാണ് പൊന്നിയം. മോട്ടക്കുന്നുകളും പൊട്ടമരങ്ങളും പെട്ടെന്നൊഴുകുന്ന മുട്ടനരുവികളും ആ കൊച്ചു ഗ്രാമത്തിന് മാറ്റുകൂട്ടി. ആ ഗ്രാമത്തിന്റെ മധ്യഭാഗത്തുകൂടി ശാലീന സുന്ദരിയായ പൊന്നിയം പുഴ അങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊഴുകുകയാണ്. ആ പുഴയുടെ തട്ടയിൽ ഒരു മൺകുടി, ഒരു വള്ളിക്കുടി. ആ വള്ളിക്കുടിയിൽ നിന്ന് സുന്ദരിയും സുമുഖിയുമായ ഒരു പെൺകുട്ടി പതിയെ പുറത്തേക്ക് ചാടി. പ്രിയമുള്ളവരെ, അവളാണ് നമ്മുടെ കഥാനായിക. മനുഷ്യവർഗത്തിൽപ്പെട്ടവളല്ല, കോഴിവർഗത്തിൽപ്പെട്ടവളാണ് നമ്മുടെ കഥാനായിക. നമ്മുടെ കഥാനായികയുടെ പേരാണ് പെട. പെട കൂർത്ത ചുണ്ടും ചീർത്ത കവളും നേർത്ത കാലുകളുമുള്ള നമ്മുടെ പെടക്കോഴിയുടെ നോട്ടമേറ്റാൽ നടുവും തല്ലി വീഴാത്ത പൂവന്മാർ ചുരുക്കുക. അസ്തമന സൂര്യന്റെ മുഖകാന്തിയേറ്റ് വാടിപ്പഴുത്ത പച്ചമുളകിന്റെ ആകൃതിയുള്ള ചുണ്ടോട് കൂടിയ നമ്മുടെ പെടക്കോഴിയുടെ പ്രായം 16.75. എന്തായാലും നമ്മുടെ പെടക്കോഴി ഈ കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ ചെയർപേഴ്സണാണ്. തന്റെ സഹപ്രവർത്തകരോടൊപ്പം തൊഴിലുറപ്പിന് പോകുന്നതിന് വേണ്ടി അതാ നമ്മുടെ പെടക്കോഴി ദൂരേക്ക് പോവുകയാണ്. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞു, കോഴിക്ക് കൊയ്ത്ത് പിറന്നാൾ. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞു, കോഴിക്ക് കൊയ്ത്ത് പിറന്നാള്. കൊക്കുവിനിക്കടി പെണ്ണെ, ആ കൊത്തിപ്പെറുക്കടി പെണ്ണെ, കൊക്കിലൊതുങ്ങണം നെന്മണി കൊത്താൻ പെട്ടെന്ന് പോയിടം കൂട്ടായി. കൊക്കുമിനിക്കടി പെണ്ണെ, ആ കൊത്തിപ്പെറുക്കടി പെണ്ണെ, കൊക്കിലൊതുങ്ങണം നെന്മണി കൊത്താൻ പെട്ടെന്ന് പോയിടം കൂട്ടായി. പൂവാവാ പൂവന്റെ മക്കളെ വാ, പൊന്നിയം തോടിന്റെ താഴെ കൊത്തിപ്പെറുക്കാൻ വാ. പൂവാവാ പൂവന്റെ മക്കളെ വാ, പൊന്നിയം തോടിന്റെ താഴെ കൊത്തിപ്പെറുക്കാൻ വാ. പൂവാവാ 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 പൂവാവാ. നമ്മുടെ പെടക്കോഴി ഇങ്ങനെ കൊത്തിപ്പറിക്കുന്നതിനിടയിൽ എവിടെയെന്നോ രണ്ട് കണ്ണാണോ 3 കണ്ണ്? 2 കണ്ണാശാനെ. ആ 2 കണ്ണുകൾ, 2 കണ്ണുകൾ ഇങ്ങനെ പെടയിലേക്ക് മാത്രം അങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. ഈ കണ്ണുകളുടെ ഉടമസ്ഥനാരാണെന്ന് അറിയുന്നത് മറ്റാരുമല്ല, ആ പുഴയുടെ തൊട്ടിയിൽ ആ കടപ്ലാവിന്റെ ചുവട്ടിൽ സുന്ദരനും സുമുഖനും ആരോഗ്യ ദൃഢഗാത്രനുമായൊരു മാന്യ വ്യക്തി കൃഷ്ണൻകുട്ടി നായരുടെ ആരോഗ്യ ഭംഗി, മാളാരവിന്ദന്റെ മുഖകാന്തിയും ശബ്ദ ഗാംഭീര്യമുള്ള ഏതാണ്ട് ഇതുപോലെ. ഇതിലേതാ ക്ലാർനെറ്റ്? അയ്യോ, അതാണ്, തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ ഒരു മാന്യ വ്യക്തി ആ പുഴയുടെ തെറ്റിൽ ആ കടപ്ലാവിന്റെ ചുവട്ടിൽ എങ്ങനെ നിൽക്കുകയാണ്. അവനാണ് നമ്മുടെ കഥാനായകൻ. മനുഷ്യവർഗത്തിൽപ്പെട്ടവരല്ല, നമ്മുടെ കഥാനായകന്റെ പേരാണ് പൂവൻ. പൊന്നിയം നാട്ടിലെ പൂവൻ. ആരോമക്ഷേകവരുടെ, മുന്നിയാർച്ചയുടെയും കണ്ണപ്പനുണ്ണിയുടെയും താച്ചോളി അമ്പൂന്റെയും
സന്തോഷ് പണ്ഡിറ്റിന്റെ നാട്ടിൽ വളർന്ന പൂവൻ, നാടൻ പൂവൻ, അങ്കപ്പൂവൻ. ഈ പൂവന്റെ സൗന്ദര്യത്തെയും പ്രതാപത്തെയും പ്രൗഢിയും കുറിച്ച് വർണ്ണിച്ചാൽ പൊന്നിയം നാട്ടിൽ പിറന്ന പൂവൻ പൊന്നുപോൽ മിന്നുന്നോനായിരുന്നു. പൊന്നിയം നാട്ടിൽ പിറന്ന പൂവൻ പൊന്നുപോൽ മിന്നുന്നോനായിരുന്നു. ആളുകളായി വളർന്നോരെല്ലാം അംഗവാലുള്ളവരായിരുന്നു. ആളുകളായി വളർന്നോരെല്ലാം അംഗവാലുള്ളവരായിരുന്നു. തൂവലു പിന്നിയ മെയ്യഴകും മാരിവിൽ തോൽക്കും മണിക്കഴുത്തും. തൂവലു പിന്നിയ മെയ്യഴകും മാരിവിൽ തോൽക്കും മണിക്കഴുത്തും. ചെമ്പരത്തി പൂ തോൽക്കും കിരീടം ആരെയും വെല്ലുന്ന ചങ്കുറകപ്പും നല്ല ചങ്കുറകപ്പും. പൊന്നിയം നാട്ടിൽ പിറന്ന പൂവൻ പൊന്നുപോൽ മിന്നുന്നോനായിരുന്നു. നമ്മുടെ പെടയും പൂവനും പ്രണയബദ്ധരായി. ഒരു ദിവസം നമ്മുടെ പെടയുടെ വീട്ടിൽ ചെന്ന് പൂവൻ ഒരു മിസ് കോൾ അടിച്ചു. പഴയകാലത്തെ മിസ് കോളാ. ഈ മിസ് കോൾ അടി കേട്ടതും പെടയോടി വെളിയിലേക്ക് വന്നതും പൂവൻ അവളെ നോക്കി മുളി. പൂവൻ ചേട്ടൻ ചിറക് കുടഞ്ഞു അകത്തുവാ പെട പെണ്ണേ അടുത്തുവാ. അകത്തു വന്നാൽ നൽകാൻ ഞാൻ കൊക്കുകൊണ്ടൊരു സമ്മാനം. ഇവരെങ്ങനെ പരസ്പരം ആലിംഗനബദ്ധരായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വീടുകളൊരു ശബ്ദം. എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, അവളുടെ അമ്മയെ കുറുക്കൻ കടിച്ചു കയറിയെന്ന്. വീടിനുള്ളിലേക്ക് കയറി ചെന്ന വെടക്കോഴി കേട്ടത് രക്തത്തിൽ കുളിച്ച് വികൃതമായി കിടക്കുന്ന തന്റെ അമ്മയുടെ ശവശരീരമാണ്. ആ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് നമ്മുടെ വെണപ്പെണ്ണ് പൊട്ടിക്കരഞ്ഞു. വൃദ്ധയാങ്കോഴിയെ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ. ഇതാ ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ. വൃദ്ധയാങ്കോഴിയെ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ. ഇതാ ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ. ചികയുവാൻ വയ്യാത്ത എൻ പ്രിയ തള്ളയുടെ ചിറകുകളീ വിധം വേർപെടുത്തി. ചികയുവാൻ വയ്യാത്ത എൻ പ്രിയ തള്ളയുടെ ചിറകുകളീ വിധം വേർപെടുത്തി. ആനയല്ലോ നീ, അയ്യോ ആനയല്ലോ നീ, സിംഹവുമല്ലോ കേവലനാം ഒരു കുറുക്കൻ. വൃദ്ധയാങ്കോഴിയെ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ. ഇതാ ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ. ചേട്ടാ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സാധാരണ രാജപ്പൻ ചേട്ടൻ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന അദ്ദേഹം ആദ്യമായിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. അതിവിടെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിമിക്രിക്കാരെന്നല്ല, പഴയ ആൾക്കാരല്ല, കുട്ടികളുടെ വരെ മനസ്സിലെ ഏറ്റവും വലിയൊരു പാരഡി പാട്ടായിരുന്നു. കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, എല്ലു വലിച്ചൂരരുതേ നാട്ടാരേ,
തൂകിച്ചരുതേ നാട്ടാരേ കപ്പക്കിടവഴി കമുകിന്നിടവഴി കപ്പക്കിടവഴി കമുകിന്നിടവഴി ഓടുമേ ഞാൻ ചാടുമേ ഒറ്റ കുതിപ്പിനു വേലുകളൊക്കെ ചാടുമേ പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ കഥകളി പല വഴി കുമളിയില്ലതുവൻ സകലതും പറയുമേ സൂര്യന് നെല്ലിയുമേ എന്റെ അമ്മ എന്റെ കഥ പുതിയ കഥ ഈ കഥയുടെ യഥാർത്ഥ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ വേദികളിലാണ് അവതരിപ്പിക്കുന്നത്. അതിനുള്ളൊരു സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഗംഭീരമായിട്ട് ഇവിടെ ശ്രമിച്ചതിന് ആ ഒരു ശ്രമത്തിന് എല്ലാവിധ അനുഗ്രഹവും ദൈവം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു പുണ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരെ കാണണമെങ്കിൽ ടി വിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ എടുത്ത് നോക്കേണ്ടി വരും. പക്ഷെ ലൈവായിട്ട് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് നമ്മൾ മിമിക്രിക്കാരുകാരനാണ്. ഇപ്പം മണിച്ചേട്ടനെ നമുക്ക് കാണാൻ സാധിച്ചു, അതുപോലെ തന്നെ രാജപ്പൻ സാറിനെ കാണിച്ചു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അവതരിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയത് ഈ തലമുറയിൽ എൻ്റെ ഒരു പുണ്യമായിട്ട് ഞാൻ കരുതി. അതെ, ഇതെല്ലാം ഒരു പുണ്യമാണ്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി എൻ്റെ ഒരു കൈൻഡ്ലി റിക്വസ്റ്റ് ആണ്. അതായത് വി ഡി രാജപ്പൻ ചേട്ടനുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച് തുടങ്ങുന്നത്. ഏത് സിനിമയാണ്? അപരന്മാർ നഗരത്തിൽ. അതിൽ നമ്മൾ ഫസ്റ്റ് ഷോട്ടിൽ അതിന് സെക്കൻഡ് ഷോട്ട് പുള്ളിയായിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ അന്ന് മുതൽ നേരിട്ട് പരിചയമുള്ള വലിയൊരു ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേവററ്റ് യൂട്യൂബിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. ഇവിടുത്തെ യൂത്തിലെല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ഗാനമേളയ്ക്കൊക്കെ പാടുന്ന എൻഡിങ് പാട്ടാണത്. അപ്പം ആ പാട്ട് മധു ഒന്ന് പാടും. ഏത് പാട്ടാന്ന് പറഞ്ഞില്ല? ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ. ഓക്കെ. അപ്പൊ ഈ രാജാവ് പറഞ്ഞാലും രാജ പറഞ്ഞാലും ഒരേപോലെ രാജപ്പൻ സാർ എടുക്കാറുള്ളൂ. താങ്ക് യു. ഓക്കെ മധു. ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ ഇത്താക്ക് ചേട്ടൻ തന്നാ പുട്ടു വേണോ ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ ഇത്താക്ക് ചേട്ടൻ തന്നാ പുട്ടു വേണോ കടല പരിപ്പും കൂട്ടി തോമര പരിപ്പും കൂട്ടി തിന്നിടം പാൽപായസം ആ പെണ്ണെ തിന്ന് ആ വേണ തിന്ന് എടി പെണ്ണെ തിന്ന് ഓണെ തിന്ന് ഊത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ താക്കും ചേട്ടൻ തന്നാ കൂട്ടു വേണോ. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇനിയും കുറേ പാട്ടുകൾ നമുക്ക് മഹാബലിനെ കേൾപ്പിക്കണം. അദ്ദേഹം ആസ്വദിച്ചങ്ങ് സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ മഹാബലിയെ സന്തോഷിപ്പിച്ചതിന് 1000 നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു.